ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പായസം റെസിപ്പി ആയിട്ടാണ്. അടപ്രഥമൻ നമ്മുടെ സദ്യയിലെ മെയിനാണ് പായസം എന്ന് പറയുന്നത്. പായസമൊന്നുമില്ലാതെ നമുക്ക് സദ്യ സങ്കല്പിക്കാൻ കൂടിയും പറ്റില്ല. അപ്പോൾ അടപ്രഥമൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അട തന്നെയാണ്. അട ഇവിടെ ഞാനിപ്പോൾ മേടിച്ച അടയാണ്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് കുറച്ചൊരു നീളത്തിലുള്ള പീസുകളായിരിക്കും. നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ചെറിയ പീസ്, പാലടയുടെ അത്രയും ചെറുതാക്കണ്ട, അതിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിലുള്ള അടയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്നിട്ട് ഒന്ന് വേവിച്ച് ഊറ്റി മാറ്റി വയ്ക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. അത് നെയ്യിൽ വറുത്തിട്ടിടാനുള്ളതാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാം. ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് വേണം, ഒന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ നെയ്യ് വേണം. പിന്നെ വേണ്ടത് ചുക്കും അതുപോലെ തന്നെ ഏലക്കായും കൂടി പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് അവസാനം മേമ്പൊടിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അടപ്രഥമന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി മെയിനായിട്ട് വേറെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇവിടെ 3 പാലെടുത്തിട്ടുണ്ട്. അതായത് തമ്പാൽ വേണം, തമ്പാൽ മീൻസ് 1-ാം പാൽ വേണം, 2-ാം പാൽ വേണം, 3-ാം പാൽ വേണം. 3-ാം പാൽ ഒരു 4 കപ്പ് വേണം, 2-ാം പാൽ ഒരു 3 കപ്പ് വേണം, 1-ാം പാൽ ഒരു 1.5 കപ്പ് വേണം. 1-ാം പാൽ പറയുന്നത് ആദ്യം എടുക്കണതാണ്, 2-ാം പാൽ അത് കഴിഞ്ഞെടുക്കണത്, 3-ാം പാൽ അതിന് ശേഷം എടുക്കണത്. അപ്പോൾ ഏകദേശം കണക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 3-ാം പാൽ നമുക്ക് 4 കപ്പ് വേണം, 2-ാം പാൽ 3 കപ്പ്, 1-ാം പാൽ ഒരു 1.5 കപ്പ്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ അട വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം അടയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതുപോലൊരു 8-9 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് അട ചേർത്ത് കൊടുക്കാം. ഇനി അടയൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അടയൊന്ന് ഒട്ടാതിരിക്കാനാണ് വെന്ത് വരുമ്പോൾ. അപ്പോൾ ഇതൊന്ന് തിളച്ച് അടയൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തയ്യാറാക്കി വെക്കണം, തണുത്ത വെള്ളം. ഈ അട ഊറ്റിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ പായസം റെഡിയാക്കുമ്പോഴത്തേനും അട അങ്ങ് ഒട്ടിപ്പോവും. ഇതാ ഇപ്പം ഞാൻ അടയൊക്കെ ഊറ്റിയെടുത്തിട്ട് ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ശർക്കര പാനിയാക്കി വെച്ചത്. ശർക്കര 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ അട 200 അടയുടെ ഇരട്ടി ശർക്കര എടുക്കണം, എന്നാലേ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. പിന്നെ നോക്കിയിട്ട് മധുരം പോരെങ്കിൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന അട ഊറ്റിയെടുത്ത് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഈ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് അടയൊന്ന് നന്നായി ഒന്ന് വറ്റി ഒരുവിധം കുറുകി വരണം. അപ്പോൾ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടി പിടിക്കുകയൊന്നുമില്ല. ഉരുളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ തുടർച്ചയായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരണ ഒരു പാകമാവണം. അങ്ങനെ ഒരു പാകമാവണ സമയത്ത് നമുക്ക്
ഒരു ടീസ്പൂണല്ല, ഒരു ടേബിൾ സ്പൂണോളം നെയ്യ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച്, കാരണം ഇപ്പോൾ നെയ്യൊക്കെ അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കണത്. ഇനി ഇതൊന്ന് ആ നെയ്യും കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മൂന്നാം പാല്, എടുത്ത് വെച്ചിരിക്കുന്ന മൂന്നാം പാല് 4 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങ നല്ല പാലുള്ളതാണെങ്കിൽ ഒരു 3 തേങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പാകത്തിനുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഒരു 4 തേങ്ങ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി, ഒന്നൊന്ന് ബാലൻസ് ആവാനാണ് അത്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 കപ്പ് രണ്ടാം പാല് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് തിളച്ച് കുറുകി ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇതാ ഇവിടെ രണ്ടാം പാലൊക്കെ തിളച്ച് ഒന്ന് കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്നാം പാല് 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്, നല്ല കട്ടിപ്പാലാണേ, തമ്പാൽ പറയും നമ്മുടെ അവിടെയൊക്കെ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വല്ലാതെ തിളയ്ക്കരുത്. ആ തിളച്ച് വരണ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ നമ്മൾ തീ ഓഫ് ചെയ്യണം. എന്നാലേ നമുക്ക്, കാരണം ശർക്കരയൊക്കെ ചേർക്കണതാണ്, അപ്പോൾ അത് ഒന്നും കൂടി ഇരുന്ന് അങ്ങ് കുറുകും. അല്ലെങ്കിൽ നമുക്ക് തീരെ അങ്ങ് ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പാകത്തിന് അല്ലാണ്ടാവും, വല്ലാണ്ട് തിളച്ച് കഴിഞ്ഞാൽ. അപ്പോൾ തിള വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മളിതങ്ങോട്ട് ഓഫ് ചെയ്യാണ്. അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് കട്ടിയായി പോവും, പിന്നെ വീണ്ടും പാല് ചേർക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളതായിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് ഇടണം. അപ്പം അതിനായിട്ട് കുറച്ച് നെയ്യ് പാനിൽ ചൂടാക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് വയ്ക്കാം. എന്നുവെച്ചാൽ കാഷ്യൂ നട്ട്, നമ്മളവിടെ അണ്ടിപ്പരിപ്പ് എന്ന് പറയും. കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെ നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മുന്തിരിയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചുക്കും ഏലയ്ക്കും കൂടിയിട്ട് പൊടിച്ചത് ഒരു ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറച്ചൊരു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിച്ചതാണ്, അല്ലാണ്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒരു കഷ്ണം ചുക്കും ഒരു 3 ഏലക്കയും, ഏലക്കാന്ന് വെച്ചാൽ തൊണ്ടില്ല, അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് മാത്രം എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്.